മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ 2 ധന്യമായ പരിപാടികളിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടി. ഒന്ന്, ഭാരതീയ വിദ്യാനികേതന്റെ കീഴിലുള്ള വ്യാസവിദ്യാനികേതന്റെ സ്കൂള് നേമത്ത് പുതിയ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യുന്നതിൽ വളരെ ധന്യമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. ആ പ്രദേശത്തുള്ള ധാരാളം വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. ആ കുട്ടികളുടെ പ്രാർത്ഥനയും അവിടെ ഒരു അരമണിക്കൂർ സമയം അവിടെ വന്നവർക്ക് കൊടുക്കാൻ സാധിച്ച ജീവിത മൂല്യങ്ങളും ഒരു അവിസ്മരണീയമായ അനുഭവമായിരുന്നു. വൈകുന്നേരം നമ്മുടെ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ ഓണാഘോഷം ഉണ്ടായിരുന്നു. പതിവ് പോലെ അതില് ഇവിടുത്തെ ഞങ്ങളുടെ MLA ശ്രീ ഒ രാജഗോപാൽജിയുടെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. എങ്ങനെയാണ് ആരെയും വെറുപ്പിക്കാതെ പച്ച രാഷ്ട്രീയ സത്യങ്ങളും വസ്തുതകളും പറയേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രഭാഷണം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. 10ാമത്തെ പരിപാടിയിലാണ് പങ്കെടുക്കുന്നത്. രാവിലെ 5 പരിപാടി, ഉച്ചയ്ക്ക് ശേഷം 5 പരിപാടിയിൽ. അതുകൊണ്ട് ഞാൻ വളരെ തളർന്നിട്ടുണ്ട്. മാത്രമല്ല, ഒരു MLA സ്ഥാനത്തേക്ക് എന്നെ നിർത്തരുത്, എനിക്ക് പ്രായമായി എന്ന് പാർട്ടിയോട് പറഞ്ഞതാണ്. പക്ഷേ പാർട്ടി നിർബന്ധിച്ച് അവരുടേതായിട്ടുള്ള കാരണത്താൽ എന്നെ നിർത്തിയതാണ്. അതുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നതെല്ലാം ചെയ്യുന്നു. ഒരു MLA എന്നുള്ള നിലയിൽ നിയമത്തിന്റെ വലിയ വികസനത്തിന് സാധിക്കുന്നതെല്ലാം അനുനിമിഷം ചെയ്തുകൊണ്ടിരിക്കുന്നു. നേമത്തെ റെയിൽവേ യാർഡ് ഒരു വലിയ റെയിൽവേ പ്രോജക്റ്റ് കൊണ്ടുവരാനും KSRTCയുടെ പാപ്പനംകോട് ഡിപ്പോ ഒരു വലിയ വർക്ക്ഷോപ്പാക്കി മാറ്റാനും നാഷണൽ ഹൈവേയിൽ നേമം മണ്ഡലം വരുന്ന ഭാഗത്ത് ആവശ്യത്തിന് വലിയ ലൈറ്റ് ലാമ്പുകൾ വയ്ക്കാനും പിന്നെ കുറേ റോഡുകൾ എവിടെയൊക്കെ സാധിക്കുമോ അവിടെയൊക്കെ നന്നാക്കാനുമുള്ള പരിപാടികളെല്ലാം ചെയ്തുകൊണ്ടുവരുന്നു. പിന്നെ ഇപ്പോൾ ഈ പ്രദേശത്തിന് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഇതുവരെ ഭരിച്ചവർ കൂടി ഏറ്റെടുക്കണം. ഓരോ റോഡിൻ്റെയും അവസ്ഥ ഇങ്ങനെ ആവാൻ കാരണം എന്താണെന്ന് ഇവിടെ ഉള്ളവർ ചിന്തിക്കണം. അങ്ങനെ ഓരോന്നും പറഞ്ഞ് ഞാൻ MLA എന്നുള്ള രീതിയിൽ അതിനകത്തുള്ള ഗുണങ്ങളും ദോഷങ്ങളും കുറവുകളും പറ്റിക്കലും ചതിയും എല്ലാം പഠിച്ച് വേണം എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ സാവധാനം ഈ മഹാബലിയുടെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞു. കഥാരൂപത്തിലാണെങ്കിലും നമ്മൾ ഏത് വംശത്തിൽ ജനിച്ചു, ദേവവംശമോ അസുരവംശമോ എന്നൊന്നുമില്ല. നല്ല ഭരണാധികാരിയാണെങ്കിൽ അവരെ എന്നും സ്വീകരിക്കുകയും എന്നും ഓർമ്മിക്കുകയും ചെയ്യും. 1000 ആണ്ട് മുമ്പ് ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തിയെ സ്വീകരിക്കാൻ ഇന്ന് കേരള ജനത ജാതിയും മതവും ഒന്നുമില്ലാതെ മുമ്പോട്ട് വരുന്നതിന്റെ കാരണം ആ രാജാവ് ചെയ്ത നന്മകളാണ്. ആ രാജാവ് ചെയ്ത നന്മകള് ചിന്മയുടെ രൂപത്തിൽ ആഘോഷിക്കുന്നതിന്റെ തെളിവായിരുന്നു ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ SFIയും DYFIയും ചേർന്ന് ഒരു 2 മണിക്കൂർ റോഡ് മുഴുവനും ബ്ലോക്ക് ചെയ്ത് അത്രയും മനുഷ്യനെ കഷ്ടപ്പെടുത്തി വേദനിപ്പിച്ച് ഒരു ബസ്സും ഒരു കാറും അനങ്ങാൻ പറ്റാതെ നിയമം മുഴുവനും കയ്യിലെടുത്ത് ലംഘിച്ച് ഓണാഘോഷത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടിയ പേക്കുത്തുകള്, അതിനെതിരെ പോലീസ് കയ്യും കെട്ടി മാറി നിന്നു. ഗവൺമെന്റ് അതിനെതിരെ ഒരു ആക്ഷനും എടുത്തില്ല. അതിന് കാരണം
ആ റോഡ് മുഴുവനും 2 മണിക്കൂർ ബ്ലോക്ക് ചെയ്ത വിദ്യാർത്ഥികളുടെ കയ്യിലുണ്ടായിരുന്ന കൊടിയും ഇന്ന് കേരളം ഭരിക്കുന്നവരുടെ കൊടിയും ഒന്ന് തന്നെയാണ്. അപ്പോ ഈ കോർപ്പറേഷന്റെ റൂട്ടിലോ സ്റ്റേറ്റിന്റെ വിവിധ ഭാഗങ്ങളിലോ ഇതുമാതിരിയുള്ള നിയമം കയ്യിലെടുത്തുള്ള പ്രശ്നങ്ങളും കൊലയും പ്രതിഷേധവും ഒക്കെ നടക്കുമ്പോൾ അത് നടത്തിയവരുടെ കൊടിയും ഭരണകർത്താക്കളുടെ കൊടിയും ഒന്നാവുമ്പോൾ സാധാരണക്കാർക്ക് പോലീസിൽ നിന്നോ മറ്റ് വിഭാഗങ്ങളിൽ നിന്നോ നീതി പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് കോർപ്പറേഷൻ ഭരിക്കുന്നത് ഒരാള്, സംസ്ഥാനം ഭരിക്കുന്നത് ഒരാള്, അതുകൊണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിക്കാർ കോർപ്പറേഷനും സംസ്ഥാനവും ഭരിക്കുമ്പോൾ ഓരോ റോഡുകളും ഓരോ പ്രദേശത്തിൻ്റെയും ശോച്യാവസ്ഥ കോർപ്പറേഷൻകാർക്ക് പറയാം സ്റ്റേറ്റ് ഗവൺമെന്റിൻ്റെതാണെന്ന്, സ്റ്റേറ്റ് ഗവൺമെന്റിന് പറയാം കോർപ്പറേഷൻ്റെതാണെന്ന്. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനും കേരള സ്റ്റേറ്റും ഭരിക്കുന്നത് ഒരേ കൊടിയുടെ നിറമുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ റെസിഡൻഷ്യൽ അസോസിയേഷനിലെ ഇടവഴി നന്നാക്കാതിരിക്കാൻ കാരണം ഡൽഹിയിലെ മോഡിയാണ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കൈ കഴുകാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ കേരളത്തിലെ ജനത ഇതിൻ്റെയൊക്കെ പുറകിൽ എന്താണ് എന്നുള്ളത് ചിന്തിക്കാൻ പഠിക്കണം, അറിയണം. പിന്നെ 6 മണിക്ക് ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചു. എത്തും എന്നവർ വിചാരിച്ചു. എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു 7 മണിക്കേ വരുള്ളൂ എന്ന്. അതെൻ്റെ കുഴപ്പമല്ല. 2 ദിവസം മുമ്പാണ് ഇതിൻ്റെ സംഘാടകര് എന്നെ ഈ പരിപാടിയെക്കുറിച്ച് അറിയിച്ചത്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനും വൈകുന്നേരത്തെ പരിപാടിക്കും വരണമെന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് വരാം എന്ന് പറഞ്ഞപ്പോൾ വൈകുന്നേരം വന്നാൽ മതി എന്ന് പറഞ്ഞു. വൈകുന്നേരം ആണെങ്കിൽ 7 മണി കഴിയും ഞാൻ എത്താമെന്ന് പറഞ്ഞു. അത് മതി പറഞ്ഞു. അപ്പം ഞാൻ വൈകിയതല്ല, 6 മണിക്ക് വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, 7 മണി കഴിയുന്നു തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയാനുള്ള വാക്കുകൾ ഒന്നുപോലും വിടാതെ ഒരു വികാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അല്ലാതെ അദ്ദേഹം പറഞ്ഞു ഇലക്ഷൻ കാലത്തെ പാർട്ടി വ്യത്യാസം, ചേരി വ്യത്യാസം, പല വ്യത്യാസങ്ങളും ഉണ്ടാവും. ഇലക്ഷൻ കഴിഞ്ഞാൽ ആ വ്യത്യാസമൊക്കെ മറക്കാൻ പഠിക്കണം. കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഇന്നും അത് പഠിച്ചിട്ടില്ല. പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ 2 വിഭാഗത്തിനെ ഒന്നും ആരും ഇലക്ഷനിൽ തെരഞ്ഞെടുത്ത് വിടുന്നില്ല. എല്ലാവരും ഭരണപക്ഷം തന്നെയാണ്. ഭരിക്കേണ്ടവരെ സപ്പോർട്ട് ചെയ്യുക, തിരുത്തേണ്ടവരാണ്. ഒരുമിച്ച് നിന്ന് ഭരിക്കണം. അതുകൊണ്ട് ഇവിടുത്തെ കൗൺസിലറും അതുപോലെ മറ്റുള്ളവരും പഞ്ചായത്തും എല്ലാവരും ചേർന്നായിരിക്കും സാധിക്കുന്നതെല്ലാം ചെയ്യുക എന്ന് വളരെ ലളിതമായ രീതിയിൽ അത്ര ഘനഗംഭീരമായ ഭാഷയിൽ അതെല്ലാം പറയുകയും ഒരു മൂലയ്ക്ക് ഇരിക്കുകയായിരുന്ന എന്നെയും നോക്കി തൊഴുത് ഈ ഓണത്തിന് ഗോപാലകൃഷ്ണൻ താമസിക്കുന്ന ആ റെസിഡൻഷ്യൽ അസോസിയേഷനിൽ വരാൻ ഭാഗ്യം കിട്ടിയതിൽ സന്തോഷമുണ്ടെന്ന് സ്റ്റേജിൽ തന്നെ പറഞ്ഞപ്പോൾ ഈ വിധത്തിൽ എന്തെല്ലാമായിരുന്ന വ്യക്തി, ആയിക്കൊണ്ടിരിക്കുന്ന വ്യക്തി, ഇപ്പോഴുമായ വ്യക്തി എത്ര ധന്യമായിട്ടാണ് വാക്കുകൾ ഒന്നും വിടാതെ അദ്ദേഹം പ്രയോഗിച്ചത്. അത് കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാലക്കാട് കോട്ട മൈതാനിയിൽ നടന്ന പ്രഭാഷണത്തിൽ ഞാൻ കേട്ടു, നിൽക്കാൻ സാധിച്ചില്ല, ഈയൊരു ജനസമൂഹം ഉണ്ടായിരുന്നത് കൊണ്ട് വന്ന് പ്രഭാഷണം തടസ്സപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു. എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് നടന്നതായത്. അതും ഓർത്ത് വെച്ച് പലപ്പോഴും നമ്മളുടെയൊക്കെ ഓർമ്മശക്തി വളരെ കൂടുതലാണെന്ന് ധരിക്കുമ്പോൾ അതിനേക്കാളും 10ഉം 15ഉം ഇരട്ടി ഇത്രയും പ്രായത്തിലും ഓർമ്മശക്തിയുള്ള രാജേട്ടൻ എന്നെല്ലാം പറയുന്ന ഓ രാജഗോപാലിൻ്റെ വാക്കുകളും പ്രവൃത്തിയും മുഖഭാവവും സമയനിഷ്ഠയും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞു, വീട്ടിൽ ജോലിക്കാരിയില്ല, അപ്പം എന്തെങ്കിലും കഴിക്കാൻ വേണം. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് കാറി കയറിയപ്പോൾ ഒരു കപ്പ് കാപ്പിക്കുടി കയ്യിൽ ആരോ കൊണ്ടുകൊടുത്തപ്പോൾ ഓ ഇതൊരു ഭാഗ്യമായി, ഒരു കാപ്പി കൂടി കിട്ടിയത് എന്ന് പറഞ്ഞ്
ഡൗൺ ടു എർത്ത് ആൻഡ് അപ് ടു ദ സ്കൈ പോവാൻ സാധിച്ച ഒരു മനുഷ്യന്റെ കുറച്ചു നേരത്തെ പ്രഭാഷണവും ഇതെല്ലാം കാണാൻ സാധിച്ചപ്പോൾ സന്തോഷം തോന്നി. അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം എന്ന് ഒ രാജഗോപാലിന്റെ ആരാധകർ ധാരാളമുള്ള എൻ്റെ പ്രഭാഷണത്തിന്റെ പ്രേക്ഷകർക്ക് അതൊരു മനം കുളിർപ്പിക്കുന്ന അനുഭവമായിരിക്കും എന്നറിയാവുന്നത് കൊണ്ട് പങ്കുവച്ചു. പ്രണാമം, നമസ്കാരം.